പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തുന്നു. വിവേകാനന്ദ പാറയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. ഈ മാസം 30-ാം തീയതി വൈകിട്ടോടെ അദ്ദേഹം കന്യാകുമാരിയിൽ എത്തുകയാണ് എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി 31-ന് രാവിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകും എന്നാണ് വിവരം. ജൂൺ 1-ന് മടങ്ങും എന്നാണ് സൂചന. ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ 1-നും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. കന്യാകുമാരിയിലെ വാവാതുറൈ മുനമ്പിൽ നിന്നും കടലിലേക്ക് 500 മീറ്റർ അകലെയായാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് പ്രാർത്ഥിക്കുവാനായി പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന വിവേകാനന്ദ പാറ കന്യാകുമാരി കാണാൻ വരുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ്. കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന 2 പാറകളുണ്ട്. അതിലൊന്നാണ് വിവേകാനന്ദ പാറ. ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിന് ശേഷം കന്യാകുമാരിയിലേക്കായിരുന്നു അന്ന് വിവേകാനന്ദൻ വരുന്നത്. അന്ന് 500 മീറ്ററോളം ദൂരം കടൽ നീന്തി കടന്ന് ഇദ്ദേഹം അവിടുത്തെ പാറയിൽ ഒന്നിലെത്തുകയും 3 ദിവസം സമയം അവിടെ ധ്യാനിച്ച് ചെലവഴിക്കുകയും ചെയ്തു. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ കന്യാകുമാരിയിൽ അദ്ദേഹം സമയം ചിലവഴിച്ചു. ആ സമയം അദ്ദേഹം ചിലവഴിച്ച പാറയാണ് വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്നത്. അവിടേക്കാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനനിരതനാകാൻ എത്തുന്നത്. പുരാതനവും ആധുനികവുമായ ശില്പ രീതികളുടെ ഒരു സമന്വയമാണ് ഇവിടെ കാണുന്നത്. തമിഴ് ബംഗാൾ ശില്പരീതികൾ എന്നും പറയാം. പ്രധാന മണ്ഡപം ബേലൂരിലുള്ള ശ്രീരാമകൃഷ്ണ ക്ഷേത്രം പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ പ്രവേശന കവാടം അജന്ത എല്ലോറ ഗുഹകളിലെ ശില്പങ്ങളോട് സാദൃശ്യം വഹിക്കുന്നു. ഇവിടെ സ്വാമിജിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്. സീതാറാം ആർത്രേ എന്ന ശില്പി നിർമ്മിച്ചതാണ്. ശ്രീപാദ പാറ എന്നും വിളിക്കപ്പെടുന്ന ഈ പാറ ദേവി കന്യാകുമാരി സ്വന്തം പാദം കൊണ്ട് അനുഗ്രഹിച്ചതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദേവിയുടെ പാദം ശ്രീപാദം എന്നും അറിയപ്പെടുന്നു. വിവേകാനന്ദ സ്വാമി പ്രതിമയുടെ ദൃഷ്ടി ഈ പാദത്തിൽ പതിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന നിർമ്മിതികൾ ശ്രീപാദ മണ്ഡപം, ഗർഭഗൃഹം, അകത്തെ പ്രകാരം, ബാഹ്യപ്രകാരം, വിവേകാനന്ദ മണ്ഡപം, ധ്യാന മണ്ഡപം, മുഖമണ്ഡപം, സഭാമണ്ഡപം എന്നിവയാണ്. ധ്യാന മണ്ഡപത്തിൽ സന്ദർശകർക്ക് ധ്യാനനിരതരായിരിക്കാം. സംഘ സ്വയം സേവകരുടെ പരിശ്രമം കൊണ്ട് കിട്ടിയ അമൂല്യനിധിയാണ് ഭാരതത്തിന്റെ തെക്കേറ്റത്ത് 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഭൂമിയിലെ ഏക സ്ഥലം കന്യാകുമാരി വിവേകാനന്ദ സ്മാരക കേന്ദ്രം. സൂര്യോദയവും സൂര്യാസ്തമയവും സമുദ്രത്തിൽ കാണാൻ സാധിക്കുന്ന വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. ഹിമാലയത്തിൽ വസിക്കുന്ന ദേവനെ വരിക്കാൻ കന്യകയായ ദേവി തപസ്സിരിക്കുന്ന ഭൂമി എന്ന് ഐതിഹ്യം. കരയിൽ നിന്ന് 2.5 ഫർലോങ് അകലെയുള്ള ശ്രീപാദപ്പാറയിൽ ദേവി കന്യാകുമാരിയുടേത് എന്ന് കരുതപ്പെടുന്ന ഒരു കാൽപാദത്തിന്റെ ആലേഖനം പതിഞ്ഞു കിടപ്പുണ്ട്. 1892 സ്വാമി വിവേകാനന്ദൻ ഈ പാറയിൽ 3 ദിവസത്തോളമാണ് ധ്യാന നിമഗ്നനായി ഇരുന്നത്. ആ ധ്യാനത്തിലാണ് സ്വാമിജി ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നതും. തുടർന്ന് ചിക്കാഗോയിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ദിഗ്വിജയയാത്ര 1 പതിറ്റാണ്ടോളം സ്വാമിജിയുടെ സമാധി വരെ നീണ്ടു. കന്യാകുമാരിയുടെ മുഖമുദ്രയായ ആ സമുദ്ര സ്മാരകത്തിന് രോമാഞ്ചദായകമായ ഒരു ചരിത്രമുണ്ട്. പലർക്കും ദഹിക്കാത്ത ഒരു ചരിത്രം, പലരും മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം, അത് രചിച്ചവർക്ക് കൊട്ടിഘോഷിക്കാൻ താല്പര്യമില്ലാത്ത ചരിത്രം. തമിഴ്നാട്ടിലെ കന്യാകുമാരി പ്രദേശം ലത്തീൻ കാത്തലിക്ക വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണ്. തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ തീരുമാനങ്ങളിലും സഭയുടെ സ്വാധീനം വളരെ നിർണായകമാണ്. 1963 സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷമാണ്. സ്വാമിജിയുടെ ജീവിതത്തിൽ ഒരു മർമ്മപ്രധാനമായ സ്ഥലം എന്ന നിലയിൽ കടലിലെ പാറയിൽ ഒരു സ്മാരകം പണിയണമെന്ന രീതിയിലുള്ള ചർച്ചകൾ ശ്രീരാമകൃഷ്ണ മിഷനിൽ സജീവമായി. അത് ക്രമേണ സമൂഹത്തിലും ചർച്ചാ വിഷയമായി. ഈ സംരംഭം നടന്നാൽ അത് തങ്ങളുടെ സ്വാധീനത്തിന് ഭീഷണിയാകും എന്ന് ഭയന്ന സഭ ഇത് കന്യാകുമാരിയല്ല കന്യകാമേരിയാണ് എന്ന് വാദിച്ചുകൊണ്ട് സംഘടിത ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ ശ്രമത്തോടെ അവിടെ ശ്രീപാദപാറയിൽ ഒരു കുരിശ് സ്ഥാപിച്ചു. ഒരു കാരണവശാൽ ഇനി അവിടെ കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിരുന്നു അത്. എന്നാൽ പാറയിൽ കുരിശ് വന്നതോടെ കാര്യങ്ങൾ സങ്കീർണമായി. എത്രയും വേഗം ആ കുരിശ് നീക്കം ചെയ്തില്ലെങ്കിൽ വിവേകാനന്ദ സ്മാരകം സ്വപ്നമായി അവശേഷിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ RSS ആ ദൗത്യം ഏറ്റെടുത്തു. കോഴിക്കോട് വെള്ളയിൽ കടപ്പുറം ശാഖയിലെ ലക്ഷ്മണനും മറ്റു 13 സ്വയം സേവകരുമാണ് അതീവ സാഹസികമായി ഈ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടത്. കടലിനോട് മല്ലടിച്ച് കടലിന്റെ മനഃശാസ്ത്രം നന്നായി അറിയുന്ന ആൾക്കാരായിരുന്നു ലക്ഷ്മണനും കൂട്ടരും. അവർ കന്യാകുമാരിയിലേക്ക് എത്തുന്നു. 100 കണക്കിന് എതിരാളികളോട് മത്സരിച്ച് ഈ ദൗത്യം നിർവഹിക്കാൻ ലക്ഷ്മണനടക്കം 15 പേർ ഇരുളിന്റെ മറവിൽ പാറയിലേക്ക് തുഴഞ്ഞ് അവർ എത്തുന്നു. നേരം വെളുത്തപ്പോഴാണ് ആ കുരിശ് അവിടെ ഇല്ല എന്ന് പള്ളി വിവരം അറിയുന്നത്. സംഘടിച്ചെത്തിയ ക്രിസ്ത്യാനികൾ പാറയിൽ വീണ്ടും കുരിശ് സ്ഥാപിച്ചു. 100 കണക്കിന് ആളുകൾ വള്ളങ്ങളുമായി പാറയ്ക്ക് കാവൽ നിന്നു. അടുത്ത വെളുപ്പാൻ കാലത്ത് കാവൽക്കാർ അല്പമൊന്ന് അലസിയതിന്റെ പഴുതിലൂടെ ലക്ഷ്മണനും കൂട്ടരും വീണ്ടും പാറയിലെത്തി കുരിശ് കടലിലെറിഞ്ഞു. രോഷാകുലരായ എതിരാളികൾ ആക്രമിച്ചപ്പോൾ ലക്ഷ്മണനും സംഘവും കടലിൽ ചാടി കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. സാഹചര്യം സങ്കീർണമായപ്പോൾ കളക്ടറും RDOയും ഇടപെട്ടു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സ്റ്റാറ്റസ് കോ നിലനിർത്താൻ ഉത്തരവായി. അങ്ങനെയാണ് അവിടെ കുരിശ് സ്ഥാപിക്കാനുള്ള ശ്രമം അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ.